അങ്ങ് നീണ്ട റണ്ണപ്പെടുത്ത് പേസ് ബോളർമാർ ഓടി വരുന്ന സമയത്ത് ക്രീസിൽ നിന്ന് പതിയെ മുന്നോട്ട് നടന്നു വന്ന് ഷോട്ട് കളിക്കുന്ന ഒരു ബാറ്റർ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ക്രീസിൽ നിന്ന് നടന്ന് മുന്നോട്ട് വരിക എന്നാൽ അത് സാധാരണ ഒരു സ്റ്റെപ്പ് ഔട്ടല്ല. പന്തിനെ മുന്നേ പിടിക്കാനുള്ള വേഗതയോ ചാട്ടമോ അല്ല അവിടെ. മറിച്ച് ഇയാൾ മുന്നോട്ട് നടക്കുകയാണ് ചെയ്യുക. കയ്യിൽ ബാറ്റുമായി എവിടെയോ വേഗത്തിൽ പോകുമെന്ന പോലെ 2 സ്റ്റെപ്പ് മുന്നോട്ട് നടക്കുന്നു. അതിനൊപ്പമാണ് പുൾ ഷോട്ടുകളും ഡ്രൈവുകളുമെല്ലാം. അധികകാലം ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടില്ലാത്ത ഒരാൾ, പേരിനൊരു സെഞ്ചുറി പോലും കണക്കിലില്ലാത്തയാൾ. പക്ഷേ അയാളുടെ കളി കണ്ടവർ പറയും ലോക ക്രിക്കറ്റിനെ പോലും നടന്നുകൊണ്ട് 6 അടിക്കാമെന്ന് കാണിച്ചയാൾ അയാളായിരിക്കും. അതെ, മലയാളികൾ പാതി സ്വന്തമെന്ന് പറഞ്ഞ് അഹങ്കരിച്ചിരുന്ന റോബിൻ ഉത്തപ്പ. ഇംഗ്ലണ്ടിനെതിരെ 2006 ഉത്തപ്പയുടെ ഏകദിന അരങ്ങേറ്റം. ഇന്ത്യ സീരീസ് വിജയം ഉറപ്പിച്ച ശേഷമുള്ള അവസാന മത്സരത്തിൽ രാഹുൽ ദ്രാവിഡിനൊപ്പം ഓപ്പണറായിട്ടായിരുന്നു ഉത്തപ്പ ആദ്യമായി ക്രീസിലേക്ക് എത്തിയത്. തുടക്കം പിഴച്ചില്ല. 1-ാം വിക്കറ്റിൽ 166 റൺസിൻ്റെ പാർട്ണർഷിപ്പ്, ആദ്യ അർദ്ധ സെഞ്ചുറി. അപ്രതീക്ഷിതമായി റണ്ണൌട്ട് ആകുമ്പോൾ നേടിയത് 86 റൺസ്. എന്നാൽ പിന്നീട് വർഷം ഒരുപാട് കഴിഞ്ഞിട്ടും അയാളുടെ മികച്ച സ്കോർ അതേ 86 തന്നെയായി നിലനിന്നു എന്നതാണ് യാഥാർത്ഥ്യം. 2007 ആദ്യ T20 ലോകകപ്പിലായിരിക്കും ഉത്തപ്പയെ ഇന്ത്യൻ പ്രേക്ഷകർ ശരിക്കും കണ്ടു തുടങ്ങുന്നത്. സീനിയർ താരങ്ങൾ വിശ്രമിച്ചപ്പോൾ അന്ന് ധോണിയുടെ നേതൃത്വത്തിലെ ടീമിൽ ഇടം നേടി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ പട്ടികയിൽ അയാളും ഉണ്ടായിരുന്നു. രോഹിത് ശർമ്മയ്ക്കും ദിനേശ് കാർത്തിക്കിനും യൂസഫ് പത്താനും എല്ലാം ഒപ്പം റോബിൻ ഉത്തപ്പയും. പാകിസ്ഥാനുമായുള്ള ആദ്യ മത്സരത്തിൽ തുടക്കം തന്നെ ഗംഭീറും സെവാഗും യുവരാജുമെല്ലാം പുറത്തായപ്പോൾ അന്ന് പിടിച്ചു നിന്നത് റോബിൻ ഉത്തപ്പയായിരുന്നു. ക്രിക്കറ്റ് ആരാധകർ അധികം കണ്ടിട്ടില്ലാത്ത നടന്നുകൊണ്ടുള്ള സിക്സർ അയാളന്ന് കാണിച്ചു തന്നു. അയാളുടെ RBK ബാറ്റ് തൊട്ട പന്ത് ബൗളർക്ക് മുകളിലൂടെ പറന്ന് ഗാലറിയിൽ പതിച്ചപ്പോൾ ദാറ്റ്സ് എ സൂപ്പർ ഹിറ്റ് എന്നായിരുന്നു കമൻട്രി. 50 റൺസ് എടുത്ത് ഇന്ത്യയുടെ ടോപ്പ് സ്കോർ ആയെങ്കിലും മത്സരം ടൈയിലും പിന്നീട് ചരിത്ര പ്രസിദ്ധമായ ബോൾ ഔട്ടിലും എത്തി. അവിടെയും ധോണി പന്തെറിയാൻ തിരഞ്ഞെടുത്തവരിൽ മൂന്നാമൻ ഉത്തപ്പയായിരുന്നു. തൊപ്പി വെച്ച് മുന്നോട്ട് ചാടി വന്ന് സ്റ്റമ്പ് തെറിപ്പിച്ച് അയാൾ കാണികളെ നോക്കി തൻ്റെ തൊപ്പി ഒരു സലാം പറഞ്ഞത് ഇന്നും ആ വിജയത്തിൻ്റെ ഓർമ്മയിൽപ്പെട്ടതാണ്. T20 വേൾഡ് കപ്പിന് ശേഷം ഇന്ത്യൻ ടീമിൽ സ്ഥാനം നേടിയ താരങ്ങളിലൊന്ന് ഉത്തപ്പയായിരുന്നു. ഓസീസ് മണ്ണിൽ CB സീരീസിൽ ബ്രെഡ്ലി അടക്കം നടന്നുകൊണ്ടുള്ള സിക്സർ ഉത്തപ്പ പഠിപ്പിച്ചു കൊടുത്തു. പക്ഷേ കരിയറിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാനുള്ള തരം ഒരു ഇന്നിങ്സ് കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. IPL-ലും മികച്ച പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ സെഞ്ചുറി കണക്ക് പോലും ഉത്തപ്പയുടെ പേരിലില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ടീമിൽ ഇടം പിടിച്ചും പിന്നീട് പുറത്തായും വീണ്ടും ഇടം പിടിച്ചുമെല്ലാമായി വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് അയാൾ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞത്. ഇന്ത്യക്കായി 46 ഏകദിനങ്ങളും 13 T20യും മാത്രം. ഇന്ത്യ ഓസ്ട്രേലിയയെ ചേസ് ചെയ്ത് തോൽപ്പിക്കുന്ന 2 ഏകദിനത്തിൽ മത്സരങ്ങൾ തമ്മിലുള്ള അകലം 10 വർഷം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആരാധകർക്ക് വിശ്വസിക്കാൻ കഴിയുമോ? 98-ലെ ഷാർജ കപ്പിലെ സച്ചിൻ്റെ ക്ലാസിക് ചേസിന് ശേഷം ഇന്ത്യ ഓസീസിനെ ഒരു ഏകദിനത്തിൽ ചേസ് ചെയ്ത് തോൽപ്പിക്കുന്നത് 2007-ലായിരുന്നു. അന്ന് വെറും 193 റൺസ് മാത്രമെടുത്ത ഓസീസിനെ വീഴ്ത്താനിറങ്ങിയ ഗാംഗുലിയും സച്ചിനും എല്ലാം ആദ്യമേ വീണു. 66 റൺസിന് 6 വിക്കറ്റ് എന്ന നിലയിലെത്തിയാൽ ഒരു തുടക്കക്കാരൻ വീണു പോയേക്കാവുന്ന അല്ലെങ്കിൽ ഡിഫൻസീവ് ആയേക്കാവുന്ന ഒരു മാച്ച്. ഇയാൾ എന്ത് ചെയ്യാനെന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കും ഓസീസ് പടയെ അമ്പരപ്പിച്ചുകൊണ്ട് 6 കൊണ്ടായിരുന്നു ഉത്തപ്പ മറുപടി കൊടുത്തത്. പിന്നീട് ക്രീസിൽ നടന്നുകൊണ്ടുള്ള തൻ്റെ ട്രേഡ് മാർക്ക് ഷോട്ട്, ഭാഗ്യക്കേടോ അമ്പയറിൻ്റെ മോശം ഡിസിഷനോ 47 റൺസ് എടുത്ത് നിൽക്കെ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി പുറത്താകുമ്പോൾ ഇന്ത്യക്ക് ജയിക്കാൻ വെറും 65 റൺസ് മാത്രം മതിയെന്ന നിലയിലേക്ക് അയാൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് മുരളി കാർത്തിക്കും സഹീർ ഖാനും ചേർന്ന് 9-ാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കുമ്പോഴായിരുന്നു ഓസീസിനെതിരെയുള്ള 10 വർഷത്തിന് ശേഷമുള്ള ഒരു ചേസിംഗ് ജയം ഇന്ത്യ സ്വന്തമാക്കുന്നത്. ഉത്തപ്പയായിരുന്നു അന്ന് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. റോബിൻ ഉത്തപ്പയുടെ കരിയറിൽ എടുത്തു പറയാൻ മറ്റൊരു ഇന്നിങ്സ് കൂടിയുണ്ട്. ആ കളി പൂർണ്ണമായും ചരിത്രത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് മറ്റൊരു ഇന്ത്യൻ ബാറ്ററുടെ പേരിലാണെങ്കിലും ആ കളി കണ്ടവർ റോബിൻ ഉത്തപ്പയും എന്നും ചേർത്ത് പിടിക്കും. രോഹിത് ശർമ്മയുടെ ഐതിഹാസികമായ 264 റൺസ് നേടിയ കൊൽക്കത്ത ഇന്നിങ്സ്. അന്ന് 41-ാം ഓവറിലാണ് റോബിൻ ഉത്തപ്പ ക്രീസിലേക്ക് എത്തുന്നത്. ഇന്ത്യൻ സ്കോർ അപ്പോൾ 282-4. രോഹിത് ശർമ്മ 131 പന്തിൽ 156 റൺസ് നേടി നിൽക്കുന്ന സമയം. മാലപ്പടക്കം പോലെ സിക്സറുകൾ പെയ്ത മാച്ചിൽ ഉത്തപ്പ നടന്ന് സിക്സറുകൾ പായിച്ചിട്ടില്ല. അയാൾ അതിന് ഒരിക്കൽ പോലും ശ്രമിച്ചില്ല എന്നതാണ് സത്യം. അത് ചെയ്തിരുന്നുവെങ്കിൽ വേണമെങ്കിൽ അന്ന് അയാൾക്കും ഒരു കലാശക്കൊട്ട് നടത്തുന്ന ബാറ്ററാകാമായിരുന്നു. എന്നാൽ അതിന് പകരം അയാൾ നേരിട്ട പന്തുകളെല്ലാം സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തു. 9 ഓവറുകൾ ബാക്കി നിൽക്കെ ക്രീസിലെത്തിയിട്ടും അയാൾ നേരിട്ടത് 16 പന്തുകൾ മാത്രമാണ്. അതിൽ നേടിയത് 16 റൺസും. കാരണം അന്ന് ഇന്ത്യൻ ഫാൻസ് ആഗ്രഹിച്ചത് രോഹിത് ശർമ്മയുടെ സിക്സറുകളായിരുന്നു. അതിനുവേണ്ടി കൃത്യമായി ഉത്തപ്പ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരുന്നു. 100 റൺസിന് മേലധികം അപ്പുറത്ത് രോഹിത് അടിച്ചു കൂട്ടുകയും ചെയ്തു. ഫിയർലെസ് ക്രിക്കറ്റ് കളിക്കാൻ അയാൾ റെഡിയാണെന്ന് അയാളുടെ ഷോട്ടുകളിൽ നിന്ന് ആദ്യ മത്സരം മുതലേ പ്രേക്ഷകർക്ക് അറിയാമായിരുന്നു. സേഫ് ക്രിക്കറ്റ് അല്ലായിരുന്നു അയാളുടെ രീതി. പേസ് ബോളർമാരെ ഒരു തരത്തിലും അയാൾ ഭയന്നുമില്ല. ഗ്രൗണ്ടിന് ഏത് ഭാഗത്തേക്കും സിക്സറുകൾ പായിക്കാൻ, അത് നടന്നോ അല്ലാതെയോ ക്രീസിന് മുന്നിലേക്കോ പിന്നിലേക്കോ ആയിക്കോട്ടെ എന്നായിരുന്നു അയാൾ കണ്ടിരുന്നത്. അത് കാണാൻ വല്ലാത്തൊരു ചന്തം തന്നെയായിരുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം റെക്കോർഡുകളുടെ കണക്ക് പുസ്തകത്തിൽ പേരില്ലാഞ്ഞിട്ടും റോബിൻ ഉത്തപ്പയെ പ്രേക്ഷകർ മറക്കാത്തത്.
ലോക ക്രിക്കറ്റിനെ നടന്നുകൊണ്ട് സിക്സർ അടിക്കാൻ പഠിപ്പിച്ചവൻ എന്നാണ് ഇന്നും അയാൾ വിശേഷിപ്പിക്കപ്പെടുന്നത്.